തീപിടിച്ചവരുടെ 101 എപ്പിസോഡിലേക്ക് സ്വാഗതം. 100ാമത്തെ എപ്പിസോഡിൽ നമ്മളോട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ സന്തോഷ് ടി ബ്രദറാണ് ഈ 101ാം എപ്പിസോഡിലും നമ്മളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 15-16 വയസ്സ് വരെ പള്ളിയോ പട്ടക്കാരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച ഒരു പയ്യൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു ധ്യാനമൊക്കെ കൂടി ദൈവാനുഭവത്തിലേക്ക് വന്നു. കുടുംബം ഒന്നടങ്കം ധ്യാനാനുഭവത്തിലേക്ക് വന്നു. കർത്താവിനെ കണ്ടുമുട്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു വലിയ പ്രചോദനം ഉള്ളിൽ വന്നു. തൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിനായി സമർപ്പിച്ചു. ഇന്ന് ലോകരാജ്യങ്ങളിൽ കുട്ടികളുടെ ഇടയിൽ കർത്താവിൻ്റെ വചനം അതിശക്തമായി പ്രഘോഷിച്ചുകൊണ്ട് അനേകം ബാല്യക്കാരെ, കൗമാരക്കാരെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ ദൈവം ഈ നാളുകളിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷ് ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളുടെ 2ാം ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ബ്രദറെ, ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും സ്വാഗതം. അങ്ങയുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. ജീവിത പങ്കാളി, മക്കള്, അതൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ലിഷ സന്തോഷ്. ഞാൻ വിവാഹം കഴിച്ചു. 4 മക്കൾ, 4 പെൺകുട്ടികളാണ്. 4 പേരും പെൺകുട്ടികളാണ്? 4 പേരും പെൺകുട്ടികളാണ്. അവർക്ക് എന്ത് ചെയ്യുന്നു? മൂത്തയാൾ ഡിഗ്രി കഴിഞ്ഞു. അവൾ കാനഡയിൽ പഠിക്കാൻ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ആൾ മരിയ. അവൾ 1 ഇയർ കമ്മിറ്റ്മെൻ്റ് എടുത്ത് ജീസസിൻ്റെ ഫുൾ ടൈമറായിട്ട് മണിപ്പൂർ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. 3ാമത്തെ ആൾ തബീത. അവൾ +2 പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. 4ാമത്തെ ആൾ മലേഖ ട്രിസ. അവളൊരു ഭിന്നശേഷി സ്പെഷ്യൽ കുട്ടിയാണ്. അവൾക്ക് 12 വയസ്സായി. ഇപ്പോൾ അവൾ സാൻ ജോസ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭിന്നശേഷിയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ് അവളുടെ പ്രോബ്ലം? എന്താണ്? അവൾക്ക് ടേണർ സിൻഡ്രോം ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കേൾവിയുണ്ട്. ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ചിരിക്കുന്നു. സംസാരിക്കാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ പല മേഖലയിൽ അവൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധി വികാസത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ബുദ്ധിവികാസത്തിൽ കുറച്ചേ ഉള്ളു. പിന്നെ അവൾക്കിങ്ങനെ നമ്മൾ പറയില്ല, ഭിന്നശേഷിയുടെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയ പ്രകടനങ്ങൾ അവൾ കാണിക്കുന്നുണ്ട് ഇതായിട്ട്. ശരിക്കും അങ്ങയുടെ മനോഭാവം എന്താണ്? അതായത് ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിനെന്ന് പറയാം അനേകം കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തം കുഞ്ഞ് ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരിയായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം മനസ്സിൽ ഉണ്ടാകാമല്ലോ. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി എന്തുമാത്രം കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളൊരു ഭിന്നശേഷിയുള്ളൊരു കുഞ്ഞ് എങ്ങനെ ഉണ്ടായി? അല്ലെങ്കിൽ അങ്ങേക്ക് അതിനുള്ള മറുപടി എന്താണ്? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കുമെന്ന്. അപ്പം ഈ കുഞ്ഞിനെ ലഭിച്ചു, കുട്ടിയെ ലഭിച്ചു. അവൾക്ക് ഇന്നത് കാര്യം അറിഞ്ഞപ്പോൾ ആദ്യം ഒരു വിഷമമായിരുന്നു. ശരിക്കും ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്കാനിങ്ങിൻ്റെ ഒക്കെ എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. പക്ഷേ നമ്മളധികം അപ്പോൾ നമ്മളുടെ ചില ഡോക്ടർമാർ പറഞ്ഞത് അബോർട്ട് ചെയ്യുക, കൊച്ചു സ്പെഷ്യൽ കുട്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനകത്ത് അവർ പറയുന്നത് ആന്തരിക അവയവങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മളത് കൊണ്ടുപോയി ആ റിപ്പോർട്ടൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നീട് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം എന്തോ ചെറിയത ഉണ്ടാവും. പക്ഷേ ഒരു ഭിന്നശേഷിക്കാരി ആയിരിക്കുമെന്ന് നമ്മൾ അത്രയും വിശ്വസിച്ചില്ലായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞുമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കുട്ടിയാണെന്ന്. അപ്പോൾ പിന്നെ ആദ്യം എനിക്ക് മാനുഷികമായി തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള, കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ധ്യാനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടെന്നൊരാണ് പല കരിസ്മാറ്റിക് ധ്യാനഗുരുക്കന്മാരും അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നിന്റെ മേലെ ശാപമാണ്, അല്ലെങ്കിൽ അപ്പം നമ്മുടെ പാപത്തിന്റെ ഫലമാണ്, ആ ശാപം കാരണമാണ് ഇങ്ങനെയുള്ള ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശാപം കിട്ടിയവരുടെ ലക്ഷണമാണെന്നൊക്കെ പറയുന്നവരുമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഇൻപുട്ടുകൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ. നമ്മളും ആന്തരിക മുറിവുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു കാലം സംസാരിച്ചിട്ടുമുണ്ട്. ആന്തരിക മുറിവ് ഭാര്യ ഭർത്തൃ ബന്ധമെല്ലാം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വികലമായ സ്വഭാവം ഉണ്ടാകാം. അപ്പോൾ ഈ അറിവുകളെല്ലാം കടന്നത് കൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒരു അന്വേഷണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇവളെയും കൊണ്ട് പല ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു, കൊച്ചിനെ റിക്കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൗഖ്യം കിട്ടാനായിട്ട്. പിന്നെ നമ്മളൊരു അന്വേഷണം ഉണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്.
പക്ഷെ നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോഴും നമ്മൾ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴും അവർ പല ഇത് പറയും, പക്ഷെ ഒന്നും ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ പുറമേ ഞാനത് കാണിക്കുന്നില്ല. ഉള്ളിൽ ഭയങ്കര വിഷമവും വേദനയുണ്ട്. അങ്ങനെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വന്നു. ദൈവം എന്തിനു വേണ്ടിയായിരിക്കും ഇത് അനുവദിക്കുന്നത്? അപ്രകാരം ആ സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാ തകർച്ചകളെയും ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ ഇവിടെ സമർപ്പിച്ച് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫിലിപ്പിയർ 1:12 ഒരു മെസ്സേജായിട്ട് നമുക്ക് ലഭിച്ചത്. എനിക്ക് സംഭവിച്ചെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകട്ടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അതുവരെ ഞാൻ കുട്ടികളെ ധ്യാനിപ്പിക്കുമ്പോൾ അറിവും ബുദ്ധിയും ഉള്ള കുട്ടികളാണ്. പിന്നെ അവരേക കംപ്ലൈൻറ്റ് പഠിക്കുന്നില്ല, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ട്. ഞാൻ ഒരിക്കലും സ്പെഷ്യൽ ഭിന്നശേഷിയുള്ള കുട്ടികളെക്കുറിച്ചൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ആരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ സാരമില്ല, ഈശോ അനുഗ്രഹിക്കും, ഈശോ തന്ന മാലാഹയാണിത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാധാരണ ഉപദേശം കൊടുത്ത് പ്രാർത്ഥിച്ച് വിടുമായിരുന്നു. പക്ഷെ അതിൻ്റെ ക്രൈസിസ് എന്നാന്ന് എനിക്ക് അന്നേരമാണ് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളി എന്നോടൊത്ത് ശുശ്രൂഷയിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുന്ന ആളാണ്, സഹകരിക്കുന്ന ആളാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവളെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതിയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഗ്രേസ് ബഡ്സ് കൃപയുടെ മുകൾ എന്ന പേരിൽ ഒരു ചെറിയ മുന്നേറ്റം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരും അവരുടെ മാതാപിതാക്കളെക്കാട്ട് ധ്യാനമൊക്കെ അതിപ്പോൾ ദൈവകൃപയാൽ തുടങ്ങി പതുക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവളുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ ഇവളുടെ സാന്നിധ്യമാണ് അങ്ങനത്തെ ഒരു മിനിസ്ട്രി തുടങ്ങാനായിട്ട് കാരണമായി തീർന്നത്. ഈ അവസ്ഥയിലുള്ള ധാരാളം കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ കണ്ടുമുട്ടുന്നുണ്ടല്ലോ. അപ്പം അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരെ ഒന്ന് ബലപ്പെടുത്തുവാനായിട്ട് വാസ്തവത്തിൽ അങ്ങയുടെ ഈ കുഞ്ഞു മുഖാന്തരം അങ്ങേക്ക് സാധിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴാണ് നമ്മൾ ഭിന്നശേഷിക്കാരിൽ സ്പെഷ്യൽ കുട്ടികളുടെ നീഡ് എന്താണ്, അവരെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസംഗത്തിൽ കേൾക്കുന്ന ഒരു മാലാഹയാണ്, പക്ഷേ മാതാപിതാക്കളായ അവരനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, അതെങ്ങനെ ഓവർകം ചെയ്യാം. ഇപ്പോഴും ഞാൻ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് സന്തോഷം അല്ലെങ്കിൽ വിടുതൽ കിട്ടിയെന്നല്ല. ഇപ്പോഴും കുട്ടി ഓരോ പ്രായത്തിൽ ഇപ്പോൾ അവൾ മോളായതുകൊണ്ട് വളർന്നു വരുമ്പോൾ അതനുസരിച്ചുണ്ടാകുന്ന നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, പെൺകുട്ടി ആയതുകൊണ്ട് അതിൻ്റെതായാണ്. പക്ഷെ നമുക്ക് ഈ വചനം എനിക്ക് കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എന്തെങ്കിലും വരുമ്പോഴെല്ലാം ഇതെല്ലാം സുവിശേഷൻ്റെ പുരോഗതി കാരണമാകുന്നു. അതിലൂടെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവകൃപയാൽ. ഈ കോവിഡിൻ്റെ സമയത്ത് ധ്യാനങ്ങളെല്ലാം നിന്നിരുന്നു, സുവിശേഷ പ്രഘോഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഈ സമയത്താണ് ഈ കുറേ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വരികയും അവരിലൂടെ ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധികളെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കണമെന്നുള്ള ഒരു വലിയൊരു ആഹ്വാനം ഉയരുകയും ചെയ്തു. എനിക്കൊന്ന് ഒരു പരിധി വരെ ഈ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു ഉണർവുണ്ടാകാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള ഒരു കളം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ജനുവരിയിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ പല കുട്ടികളും ഈ ലൗകികാതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ വരും. അപ്പോൾ അതുവരെ ഇല്ലാത്ത പല കേസുകളും നമ്മളെ മുമ്പിൽ വന്നപ്പോൾ എന്ത് ചെയ്യണം നമുക്കറിയില്ലാതെ വന്നു. പിന്നെ നമ്മൾ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചപ്പോൾ വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങളുടെ മുമ്പിലാണ് പതറിപ്പോയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോയെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ജനുവരിയിൽ കോട്ടയത്ത് വെച്ച് ലൗകികാതുമായിട്ട് ബന്ധപ്പെട്ട് സെമിനാർ നടത്തിയായിരുന്നു, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. അന്നാണ് ഞങ്ങൾ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അനിൽ അയ്യപ്പൻ, അദ്ദേഹമാണ് മെയിനായിട്ട് വന്നു. പിന്നെ അഡ്വക്കേറ്റ് സേവി ജോസഫ്, അദ്ദേഹം എടുത്ത് ഈ വിഷയത്തെക്കുറിച്ചൊരു പഠനം തന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മെയിനായിട്ടുള്ള അൽമായ സുസ് ഒരുമിച്ച് കൂടി ഈ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്താണ് കൊറോണ വന്നു, ശുശ്രൂഷകർക്ക് ആർക്കും പ്രോഗ്രാമില്ലാതെ വന്നു. അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ ധ്യാന ടീമുകളും ധ്യാനിപ്പിക്കുന്നുണ്ട്. അല്ല, അൽമായർ എല്ലാ ധ്യാനത്തിൽ ഏകദേശം അവർ വർഷത്തിലൊരിക്കലോ സ്ഥിരമായി ധ്യാനം നടത്തുന്നവരുണ്ട്, 2 മാസം കൂടും നടത്തുന്നവരുണ്ട്. അവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ വിഷയത്തെക്കുറിച്ച്
പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പൊതു ചർച്ച വെച്ചു, ക്ലാസ്സുകൾ വെച്ചു, സംശയങ്ങൾ ക്ലിയർ ചെയ്തു. അപ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരി മാത്യു സാറ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു. എല്ലാവരും അതിൽ നിന്ന് നമ്മൾ മനസ്സിലായി ഈ കാലഘട്ടത്തിൽ ഇത് വിശ്വാസസംബന്ധമായ ചോദ്യങ്ങൾ കുട്ടികളോട് യൂത്തിനോട് ചോദിക്കപ്പെടുന്നു. അതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഭക്തിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്താൽ മാത്രം കുട്ടികൾ നിലനിൽക്കുകയല്ലെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ UCF എന്നുള്ള ഒരു മുന്നേറ്റം തുടങ്ങി. യുണൈറ്റഡ് കാത്തലിക് ഫോറം എന്നായിരുന്നു അന്നത്തേത്. ധ്യാനം നടത്തുന്ന ടീമുകൾ മാത്രം ഒരുമിച്ച് കൂടി 3 ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ശക്തമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട് തുടങ്ങി. ദൈവകൃപയാൽ അതിൻ്റെ പല മീറ്റിങ്ങുകളും പല ഭാഗത്തായിട്ട് നടന്നു. ആ സമയത്ത് നമ്മൾ മിസ്പായിൽ ഷെക്കിന ചാനലിൽ മിസ്പ പ്രോഗ്രാം നടത്താനായിട്ട് ദൈവം ഇടവരുത്തി. അതിനകത്ത് റിസോഴ്സ് പേഴ്സണെ വെച്ച് അങ്ങനെ കയറി ദൈവകൃപയാൽ വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു സമുദായത്തിന് അല്ലെങ്കിൽ കാത്തലിക്സ് മാത്രമായിട്ട് നിന്നാൽ ഇതിനെ പോരാടാൻ പറ്റത്തില്ല. അപ്പോൾ യുണൈറ്റഡ് കാത്തലിക് ഫോറം എന്നുള്ളത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ആക്കി. കാരണം നമുക്ക് പൊതുവായ വിഷയം എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്, ഒത്തൊരുമയോടെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും എല്ലാം ദൈവകൃപയാൽ ക്രിസ്ത്യൻ വേദി ഒരുക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾക്ക് ആരാണ് ഏതാണ് സത്യം എന്നൊരു ബുക്ക്ലെറ്റ് നമ്മൾ തയ്യാറാക്കി വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എതിർപ്പ് വന്നാൽ പൊതുവായിട്ട് അതിനെ നേരിടണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നേരിടണമെന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അങ്ങനെ തുടങ്ങി. ഇന്ന് ദൈവകൃപയാൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാക്ക് നേതൃത്വത്തിൽ സമുദായത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മൂവ്മെൻ്റായിട്ട് അത് മാറി. ആദ്യകാലത്തുണ്ടായിരുന്ന ധ്യാന ടീമിൽ അംഗങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സാഹുബദറെ എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരവരുടെ മിനിസ്ട്രിയിലേക്ക് പോയി അവർ ശുശ്രൂഷ രംഗത്തോടെ വരാൻ സാധിച്ചു. ഇപ്പോൾ കാണുന്നൊരു ഗുണം, അവരൊക്കെ നടത്തുന്ന ധ്യാനത്തിൽ ഈ സമകാലിക വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്ത് അതിന് മറുപടി അവർ പറയുന്നുണ്ട്. ഈ ശരിക്കും സന്തോഷേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ 12 വർഷം അവർ വേദോപദേശം പഠിക്കുന്നു, ഇടയ്ക്ക് ഇതുപോലെയുള്ള ധ്യാനങ്ങളും കൂടുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പിന്നെയും നമ്മുടെ മക്കൾ ഈ വിശ്വാസം ഉപേക്ഷിക്കുന്നു, ഈശോയെ തള്ളി പറയുന്നു, സ്വന്തം അപ്പനമ്മമാരെ ഉപേക്ഷിക്കുന്നു, വീടിനെ ഉപേക്ഷിക്കുന്നു, അന്യജാതിക്കാരൻ്റെ പുറകെ ഇറങ്ങിപ്പോകുന്നു? നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, നമ്മളിപ്പോൾ സൺഡേ സ്കൂളിലും ഇപ്പോൾ ധ്യാനങ്ങൾ നടത്തുമ്പോഴും യേശു ആരാണെന്ന് മാത്രം ഇങ്ങനെ പഠിപ്പിച്ചു വരിക. ഇതിനെ എതിർ വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചോ പിന്നെ യുക്തിസഹജമായിട്ടൊന്നും നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ധ്യാനത്തിൽ പൊതുവായിട്ട് ചുരുങ്ങിയ സമയമാണ് ക്ലാസ് എടുത്ത് പോകുന്നു. സൺഡേ സ്കൂളിലാണെങ്കിലും പുസ്തകത്തിൽ സിലബസ് പഠിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ കുട്ടിക്ക് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ചിലവർ ചോദിക്കുന്ന ചോദ്യമാണ് കുട്ടികളോട്, ദൈവം മരിച്ചിട്ടുണ്ടോ? അപ്പോൾ കുട്ടി ദൈവം ഒരിക്കലും മരിക്കത്തില്ല. പക്ഷേ ബൈബിളിൽ എന്ത് ചെയ്തു? യേശു മരിച്ചു. അപ്പോൾ യേശു ദൈവമാണോ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പതറുക, എന്താണ് മറുപടി പറയണമെന്ന് ഉത്തരം പറയാൻ പറയത്തില്ല. അപ്പോൾ അവർ പറയുന്നു ഒറ്റ ദൈവമുള്ളൂ, ദൈവം. അപ്പോൾ നിങ്ങളുടെ ദൈവം ദൈവമല്ല, അത് നെഗറ്റീവാണ്, ഞങ്ങളുടെതാണ് ദൈവം എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ടീച്ചിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു കുട്ടിക്ക് സംശയം ചോദിക്കാൻ, തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാണ്ട് സോഴ്സ് നമ്മുടെ സമൂഹത്തിലില്ല. ശരിക്കും ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താ? പരിഹാരം നമ്മൾ കാലഘട്ടം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീച്ചിങ്ങിൽ മാറ്റം വരുത്തണം. കുട്ടികൾക്ക് ഒരു സമയത്ത് ഭക്തി കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് നടക്കുന്ന സംഭവമാണ്. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നമുക്ക് എൻ്റെ മൂന്നാമത്തോട് പറഞ്ഞു, നിനക്ക് +2 പരീക്ഷയല്ലേ, നമുക്ക് വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സ്വയസ്വസ്ഥമായ ചിന്തയിൽ പറഞ്ഞു. കാരണം അവൾ പറഞ്ഞു, അവിടെ മാറാവുണ്ട്, ഇവിടെ മാറാവുണ്ട്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതിയില്ലേ, മാറാവിനോട് പ്രാർത്ഥിക്കാം, അവിടെ വരെ പോകേണ്ട കാര്യമുണ്ടോ എന്ന്. പക്ഷെ അവൾ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ തിങ്കിങ് ഇല്ലേ, ആ രീതിയിലാണ് അതിലേക്ക് വരുവാണ്. അപ്പം നമ്മൾ അതിന് ബലം പിടിച്ചില്ല, പോകേണ്ട കാര്യമില്ല, ശരിയാണല്ലോ, നീ പറഞ്ഞാണ് ശരിക്കും ശരി. അപ്പോൾ ഉദ്ദേശിച്ചത് നിനക്കൊരു ടൂറും ആയിക്കോട്ടെ, നീ +2 പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്തകളിൽ മാറ്റം വന്നു, എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. അതായത് പണ്ട് നമ്മൾ ഈ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ TV വിഡ്ഢിപ്പട്ടിയാണെന്ന് പഠിപ്പിച്ചിരുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടേയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇതൊന്ന് മാറ്റി പിടിച്ചേ പറ്റത്തുള്ളൂ. മാറ്റി പിടിച്ച് നമ്മളെല്ലാം ഇപ്പോഴത്തെ എൻ്റെ മക്കളോട് പോലും എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ഷമ ചോദിക്കുന്ന വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തി. ഇപ്പം ഞാൻ പോലും പാട് നടത്തുന്നുണ്ട്, TV പെട്ടി വേണ്ട, ഇൻ്റർനെറ്റ് വേണ്ട, ഫോൺ വേണ്ട. പക്ഷേ അതുകൊണ്ടാണ് കൊറോണയ്ക്ക് ശേഷം
ഞാൻ ഒരിടത്ത് കുട്ടികളെ സഹായിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ബന്ധപ്പെട്ട ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്, കുടുംബധ്യാനം, ഞങ്ങൾ ക്രിസ്ത്യനിലെ കുടുംബധ്യാനമുണ്ട്, ആ സമയത്ത് ചോദിച്ചാണ് കൊറോണയ്ക്ക് ശേഷം മാറ്റം വന്ന ആർക്കാന്ന്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയുന്നത്? അവൻ പറഞ്ഞു, കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കൊറോണയ്ക്ക് മുമ്പ് പപ്പായും മമ്മിയും തൊടിയിക്കാൻ സമ്മതിക്കില്ലായിരുന്നു, ഇപ്പം അവരും ഉപയോഗിക്കുന്നു. അപ്പം ഞങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി തന്നെ ഇത് ഉപയോഗിക്കാൻ തമാശ രീതിയിൽ. പലപ്പോഴും നമ്മൾ ഓരോന്ന് പുതിയത് വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, പിള്ളേരെ യൂത്തിനെ എല്ലാം വട്ടം പിടിക്കാൻ ശ്രമിക്കുക. പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് കൃത്യമായിട്ട് പ്രബോധനം കൊടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഈ തകർച്ചയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളെ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഈ കുട്ടികളുടെ ഇടയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ക്രിസ്ത്യൻ ധ്യാനം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ നമ്മൾ ഈ പ്രേമം എന്ന് പറയുന്നതിനെ അതിശക്തമായിട്ട് എതിർത്തായിരുന്നല്ലോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഈ അന്യജാതിക്കാരുടെയൊക്കെ പുറകെ, അത് യാതൊരു പണിയും കൂലിയും ഇല്ലാത്തവൻ്റെയൊക്കെ പുറകെ നമ്മുടെ പിള്ളേർ ഇറങ്ങി പോകുമ്പോൾ ഇപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ അത്യാവശ്യം പ്രേമിച്ചു, പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള പിള്ളേരെ തന്നെ ആയിരിക്കട്ടെ, നല്ല കുടുംബത്തിൽ നിന്നുള്ള നമ്മുടെ തരപ്പടി കുടുംബങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ പ്രേമിക്കേണ്ടത് ആവശ്യമാണെന്ന് വരെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുക. അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ അന്നത്തെ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവും നമ്മൾ കിട്ടിയിരിക്കുന്ന ഫോർമേഷനും വെച്ച് നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു, നമ്മളങ്ങനെ പഠിച്ചു. പിന്നെ നമുക്ക് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സന്യാസ ജീവിതത്തിൻ്റെയും ഇപ്പം മിണ്ടാമ്പടം പോലുള്ള അതിതീവ്ര സന്യാസ ജീവിതത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഒരു പരിധിവരെ നമ്മളുടെയൊക്കെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു. അത് നമ്മൾ തലമുറയ്ക്കും പങ്കുവെക്കാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് അതിനകത്ത് കാലത്തിനുണ്ടായിരിക്കുന്ന സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ഈ മാറ്റങ്ങൾ അറിയുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ ശുശ്രൂഷകരായ നമ്മൾ വൈകിപ്പോയി. അതിലാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇപ്പം ഉദാഹരണമായിട്ട് മൊബൈൽ ഫോൺ, ഇപ്പോഴും നമുക്ക് മൊബൈൽ ഫോൺ അത്യാവശ്യ കാര്യങ്ങൾ അറിയാവുള്ളൂ, നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ആദ്യമേ അതിനെന്ത് ചെയ്തു, നമ്മൾ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പം നമ്മൾ കുട്ടികൾക്കെല്ലാം ആ യുഗമില്ലാതെ പറ്റത്തില്ല. ഇപ്പം നമുക്ക് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളെ നല്ലൊരു ഫോർമേഷനിലേക്ക്, വിശുദ്ധിയിലേക്ക്, ജ്ഞാനത്തിലേക്ക്, കാലഘട്ടം അനുസരിച്ചുള്ള ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഈ നമ്മുടെ ധ്യാനങ്ങളൊക്കെ കാലോചിതമായ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വേണം എന്ന് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പ്രബോധനങ്ങളിലും മറ്റുമൊക്കെ. അപ്പോൾ ഇപ്പോൾ ചിലരെങ്കിലുമൊക്കെ നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും ഒക്കെ വേണ്ടി നമ്മൾ ശക്തമായ ചില നിലപാടുകൾ എടുക്കണം എന്ന് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലുള്ള അങ്ങയുടെ കാഴ്ചപ്പാട്, അതായത് കോവിഡിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഇങ്ങനെ ഒരു ചില അപ്പോളജിസ്റ്റുകളൊക്കെ എഴുന്നേറ്റ് വന്ന് ശക്തമായ ചില പ്രബോധനങ്ങളൊക്കെ നൽകി. അപ്പോൾ ഇപ്പോൾ അങ്ങ് ഏത് രീതിയാണ് പിന്തുടരുന്നത്? അതായത് കഴിഞ്ഞ മുമ്പുള്ള കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന രീതിയാണോ, അതോ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉന്നമനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ ഒരു രീതി അങ്ങ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ ഒരു ആത്മീയത മാത്രമായിരുന്നു ചിന്തിക്കുകയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയും സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സമുദായത്തെ കൂടെ എന്ത് ചെയ്യണം, ബിൽഡപ്പ് ചെയ്യേണ്ട ആവശ്യകതയായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു. ആക്ച്വലി കൊറോണ നമുക്കൊരു അനുഗ്രഹമായി തീർന്നു. കാരണം ഞാൻ 89 ശുശ്രൂഷയ്ക്ക് ഫുൾ ടൈമായിട്ട് മേരിക്കുട്ടി ചേച്ചി എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ചേച്ചിയുടെ കൂടെ പ്രവർത്തിച്ചു തുടങ്ങി. പിന്നെ ഈ കൊറോണ വരുന്നിടം വരെ നമ്മളിങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ നമുക്കൊന്ന് മാറിയിരുന്ന് ചിന്തിക്കാൻ ഒന്നിൻ്റെ സമയമില്ല. കാരണം കൺവെൻഷൻ, അടുത്ത കൺവെൻഷൻ, ലീഡേഴ്സ് പ്രോഗ്രാം. പക്ഷേ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് സ്വസ്ഥമായിട്ടൊന്ന് മാറിയിരിക്കാൻ, ശബ്ദങ്ങളൊന്നുമില്ല, നിശബ്ദതയിലിരുന്നപ്പോഴും അപ്പോഴാണ് ചുറ്റുപാട് നടന്ന മറ്റ് ചില മതതീവ്ര ഗ്രൂപ്പുകൾ നമ്മുടെ വിശ്വാസം അറ്റാക്ക് ചെയ്യുന്നു. അവരൊക്കെ 1980 ഈ ലക്ഷ്യം വെച്ച് എന്ത് ചെയ്യുന്നു, പ്രവർത്തിച്ചിരുന്നു. ഈ സത്യങ്ങൾ അറിഞ്ഞത് അപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ സമുദായം നിലനിന്നില്ലെങ്കിൽ നമുക്ക് ഈ സഭയുടെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് മനസ്സിലായി. അപ്പം ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികളെ ധ്യാനം നടത്തുമ്പോഴും നമ്മുടെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ബേസിക് ക്രിസ്തു എന്നുള്ള അടിസ്ഥാന ഇതിൽ നിന്ന് നമ്മൾ മാറുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രസൻറ്റേഷൻ രീതിയിൽ മാറ്റം വന്നു. അതോടൊപ്പം കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, സംശയങ്ങൾ ചോദിക്കാനായിട്ട്, വിശ്വാസസംബന്ധമായ സംശയങ്ങളായിരിക്കാം, അങ്ങനത്തെ 2-3 സെക്ഷൻ നമ്മളിട്ട്
അവരുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാനും ഉള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പറ്റുന്ന ഇതാണ് നമ്മുടെ വിശ്വാസം എന്നൊരു ബുക്ക്ലെറ്റ്, ഒരു ചെറിയ ബുക്ക് നമ്മൾ ഇറക്കി. പിന്നെ മതതീവ്രവാദികൾ, ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ബുക്ക്ലെറ്റ് ആക്കി. അങ്ങനെ നമ്മൾ വിഷയങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. പക്ഷേ യേശുക്രിസ്തു ആണ് അതിൻ്റെ പ്രധാന കേന്ദ്രം ധ്യാനത്തിൽ. ഈ അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെയൊക്കെ ചില ധ്യാനങ്ങളിലെ പ്രബോധനങ്ങളിലൊക്കെ യേശുക്രിസ്തു എന്ന അടിസ്ഥാന സത്യത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു പോയി, അതിൻ്റെ ഒരു വലിയ പാളിച്ച മൊത്തത്തിലുണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു 25 വർഷത്തെ ധ്യാനത്തിൻ്റെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആരംഭ കാലഘട്ടങ്ങളിൽ ദൈവകൃപയാൽ നമ്മളെ ധ്യാനം നടത്തുന്നതെല്ലാം ബൈബിളിലെ പുതിയ നിയമം കേന്ദ്രീകരിച്ചാണ്. കാരണം അന്ന് പുതിയ നിയമമേ ഉള്ളൂ. പിന്നെ പഴയ നിയമത്തിലെ ചില കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ രക്ഷ, ക്രിസ്തു എന്തിനു വേണ്ടി മനുഷ്യാവതാരം എടുത്തു, യേശു രക്തത്തിൻ്റെ വില, മുറിവിൻ്റെ വില, അതുവഴി നേടിത്തന്ന സ്വാതന്ത്ര്യം, സന്തോഷം, അങ്ങനെയുള്ള കുറേ. അപ്പോൾ നമ്മൾ അത്ഭുതം ഞാൻ ഇന്ന് കണ്ടു, ഹല്ലേലൂയ പാടാം, സന്താപം തീർന്നല്ല, സന്തോഷം, അങ്ങനെയുള്ള നിഷ്കളങ്കമായ പാട്ട്. അപ്പോൾ നമുക്കറിയാം ധ്യാനം കൂടി വരുന്ന ഒരാളുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളും. പിന്നെ അയാൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പോട്ടയിലൊക്കെ ധ്യാനം കൂടുന്നവൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് 10, 50, 100 വചനോത്സവം കാണും, വീട് കയറി ഇറങ്ങി കൊടുക്കുന്നു. ഒരു യേശുവിന് വേണ്ടി നിൽക്കേണ്ട ഒരു തീഷ്ണത. പക്ഷെ പിന്നീട് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അമിതമായ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഭക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതത്തിൽ നിന്ന് മാറുന്നുണ്ടോ എന്നൊരു ചില ടോക്കുകളും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ നമുക്കതൊരു പൊതുവായ വേദിയിൽ പറയാനോ ഇങ്ങനെ പോയി അതിനൊരു സമ്പാദിക്കാനൊന്നും സ്പേസ് നമ്മുടെ സമൂഹത്തിലില്ല. ആക്ച്വലി ഈ വിഷയം അങ്ങനെ പഠിപ്പിക്കാൻ ശരിയാണോ, ഈ വിഷയം ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇത് ക്രിസ്തു കേന്ദ്രീകൃതമല്ലല്ലോ, ഇതൊന്നും പറയാൻ നമുക്ക് എന്തില്ല, ഒരു സ്പേസ് ഇല്ല. എല്ലാവരും അവരവരെ വിഷയമായിട്ട് പഠിപ്പിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് മുഖാന്തരം നമ്മൾ ചില സ്ഥലത്ത് കാണുമ്പോൾ ധ്യാനം കൂടുന്നു, അവർ ദൈവാനുഗ്രഹം പ്രാപിച്ചതായിട്ട് പറയുന്നു, പക്ഷേ ശുശ്രൂഷ രംഗത്തോ ഒന്നും അവരെ നമുക്ക് കയ്യിൽ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ പറയുമ്പോൾ അവർ വേണ്ടി പൈസ നമുക്ക് ശുശ്രൂഷയ്ക്ക് തരുന്നു, എന്നല്ലാതെ ഒരു 50 കോപ്പി വാങ്ങി വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള വരുന്നില്ല. എന്താണെന്ന് അറിയാം, നമുക്കറിയില്ല. ചിലപ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം 5 ദിവസം ധ്യാനം കൂടി വരുന്നവനും വ്യക്തിക്കും പാവത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിവുണ്ട്. എല്ലാ പാവം ചെയ്യാൻ പാടില്ല. പക്ഷേ യേശു എന്തിനു വേണ്ടി വന്നു എന്നുള്ളത്, യേശുവിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അത് നമ്മൾ ധ്യാനത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ യേശുവിനെക്കുറിച്ചുള്ള പ്രബോധനം, യേശു രക്ഷകൻ എന്ന് പറയുന്ന ഒരൊറ്റ ക്ലാസ്സിൽ തീർക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നു. പിന്നെ ഏറ്റവും അവസാനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പറയുന്നു. അങ്ങനെ പക്ഷേ യഥാർത്ഥ യേശുവിനെ ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ശരിക്കും മുൻപോട്ടുള്ള കാലയളവിൽ എന്താണ് ക്രിസ്ത്യൻ്റെ ദർശനം? എന്താണ് ക്രിസ്ത്യൻ ദർശനം? നമുക്ക് ഇന്ന് സുവിശേഷ ദൗത്യത്തിൽ നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2033 എന്ന് പറഞ്ഞ ഒരു തിരുസഭയുടെ മഹാജൂബിലി ഉണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുന്നതാണ്. കാരണം നമ്മളത് 2000 ആരംഭിച്ചിരുന്നു, 2010 നമ്മൾ വൈറ്റ് 12 എന്നൊരു മുന്നേറ്റം തുടങ്ങിയായിരുന്നു. കാരണം ബാലനായ യേശു ദേവാലയത്തിൽ പോയിട്ട് 2000 വർഷം പൂർത്തിയാവരുത്. അന്ന് മേൽക്കുടി ചേച്ചിയുടെ നേതൃത്വത്തിൽ നമ്മൾ വൈറ്റ് 12 എന്നൊരു മുന്നേറ്റം ഉണ്ടായി. ദൈവകൃപയാൽ 2000 ജനിച്ച കുട്ടികളെ 2033 നയിക്കുവാനായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എല്ലാ കാര്യവും നന്നായിട്ട് നടന്നു. ഒരു സ്റ്റെപ്പ് വരെ പോയി. പക്ഷെ പിന്നീട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അത് പല സാഹചര്യങ്ങൾ വന്നു, പല എതിർപ്പുകൾ വന്നു, പല കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ഡൗൺ ആയിപ്പോയി. അതിനുശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2014 പവറാൻസേഷൻ പ്രോഗ്രാം. കാരണം ജനങ്ങളെല്ലാം, എല്ലാ അൽമായ ലീഡേഴ്സും ഉണർന്നാൽ മാത്രമേ ഉള്ളൂ കുട്ടികൾ ഉണർവ് വരുള്ളൂ. നമുക്ക് മനസ്സിലായി. അതിന് വിളിച്ചത് നമ്മൾ അതിൻ്റെ ഉണർവ് പ്രോഗ്രാമായി. ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരു അഭിഷേകം, സുവിശേഷ വേലയിലേക്ക് തിരിക്കുക എന്നുള്ളതിലേക്ക് 2014, 15, 16 പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തായിരുന്നു. പക്ഷെ പിന്നെ കാണുന്ന പ്രത്യേകത, നമ്മളെ പ്രോഗ്രാം കൂടുന്ന കുറേ പേര് സുവിശേഷ വേലയായിട്ട് ബന്ധപ്പെട്ട് തീക്ഷണതയിൽ പോകുന്നു. പക്ഷെ മറ്റുള്ളവരെല്ലാവരും അവരവരുടെ ഒരു ധ്യാനവും പ്രോഗ്രാമായിട്ട് തീരുന്നു, ഔട്ട്റീച്ചിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കൂടുതൽ വീണ്ടും 2033 എന്ന് പറയുന്ന തിരുസഭയുടെ മഹാജുബിലിക്കായിട്ട് ഇനി 10 വർഷങ്ങളാണ്. 10 വർഷം എന്ന് പറയുമ്പോൾ 120 മാസങ്ങൾ, 540 ഞായറാഴ്ചകളേ ഉള്ളൂ. പക്ഷെ ഇതുവരെ ഒരു അനൗൺസ്മെൻറ്റ് എങ്ങൊന്നും വന്നിട്ടില്ല, ഒരു ആഹ്വാനമോ. നമ്മുടെ ഔദ്യോഗികമായ പല മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമെന്ന് ഒരു 10 വർഷത്തിന് ശേഷം
10 വർഷത്തിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് പോലും. പക്ഷെ ഇതുവരെ നമ്മുടെ കേരള സഭയിൽ ഒന്നും കാണുന്നില്ല. ആഗോള സഭയിലും പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. പിന്നെ നമ്മൾ 2000 ക്രിസ്തു ജയന്തി, അതിൻ്റെ പ്രോഗ്രാമും ശുശ്രൂഷകളും ദർശനങ്ങളെല്ലാം 87 മുതൽ പറഞ്ഞ് 90 തുടക്കം കുറിച്ചായിരുന്നു. അത് ക്രിസ്തു ജനിച്ചത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ 2000 വർഷം തികയാനാണ്. ഇപ്പം നമ്മളൊരു പ്രധാന ദൗത്യമായിട്ട് എടുത്തിരിക്കുന്നത് കുട്ടികൾ വഴി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് സഭയ്ക്ക് വേണ്ടി ഒരു സുവിശേഷ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും സഭയുടെ സന്യാസഭകളുടെയും എല്ലാ ശ്രദ്ധയും യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ മിഷൻ 2033 ആ ഒരു ദർശനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഓൺലൈനിൽ ഇപ്പോൾ എല്ലാ ദിവസവും 2 മണി തൊട്ട് 3:30 വരെയും നമ്മൾ ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് ഓൺലൈനിലായിട്ട് ഇങ്ങനെ സുവിശേഷകർക്ക് കർത്താവിൻ്റെ സംരക്ഷണവും കൃപയും ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. പിന്നെ തമിഴ് മേഖല, പല മേഖലയിൽ നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു കർത്താവിൻ്റെ കൃപയെ. ആ കൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ ശുശ്രൂഷകൾ അവരെ ഉയർത്തിക്കൊണ്ട് വരുവാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കെല്ലാം കുട്ടികൾ വരാൻ വേണ്ടി, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ മേഖലയിലൊക്കെ എന്ത് ചെയ്യണം, വരുന്ന ആളുകൾ നമ്മുടെ കുട്ടികൾ കയറി വരണം. MLA ആകണം, MP ആകണം, മന്ത്രിമാരാകണം. ഒരു കാലത്ത് നമ്മളതിൽ നിന്നെല്ലാം കുട്ടികളെ മാറ്റിയിരുന്നു. ഇപ്പോൾ സമുദായത്തിൻ്റെയും സഭയ്ക്കും നന്മയ്ക്ക് വേണ്ടി സമസ്ത മേഖലയിലും അവരുടെ സാന്നിധ്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം എത്താൻ. അങ്ങയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നല്ല രാഷ്ട്രീയക്കാരുണ്ടാകണം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ ഒക്കെ നമ്മുടെ ആൾക്കാരുണ്ടാകണം. ഒരു കാലത്ത് അതിനുവേണ്ടി നമ്മൾ നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാനുള്ള പ്രചോദിപ്പിക്കണം. നമ്മുടെ ടീച്ചിങ് അങ്ങനെ വരണം. മാതാപിതാക്കൾ പറയണം. കാരണം ഇപ്പം നമ്മുടെ നമ്മൾ തന്നെയാണ് ധ്യാനം കൂടി രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു, പിൻവാങ്ങുക. അന്നത്തെ ഒരു കാലത്തെ രീതി. ബ്രദറെ, ഈ മേഖലയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മക്കളൊക്കെ കുറേ കൂടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഉന്നത തലങ്ങളിലുമൊക്കെ അവർ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ക്രൈസ്തവ സഭയും സമൂഹവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നൊക്കെ അങ്ങയുടെ ആശയങ്ങളും അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചകളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കണം. ഒപ്പം അങ്ങയുടെ ജീവിതാനുഭവങ്ങളും. ബ്രദറെ, അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ, ഇപ്പം ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പ്രൈസ് ഗോഡ്.